മെൻ്റലി ഫിസിക്കലി എല്ലാം ഓക്കെ ആണെങ്കിൽ മാത്രമേ നമുക്കൊരു ആശയം കിട്ടുകയുള്ളൂ. ആ ആശയം കിട്ടിയാലേ നമുക്ക് ആ ഒരു ആശയം വെച്ചുകൊണ്ട് അതൊരു കവിതയോ അല്ലെ കഥയോ എന്തുമായിട്ട് നമുക്കൊന്ന് വർണ്ണിച്ചെഴുതാൻ പറ്റുള്ളൂ. പക്ഷേ വേടൻ്റെ ഒരു ക്രിയാത്മകമായ ഒരു കഴിവിനെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കണ്ടെത്തിയൊരു മാർഗ്ഗമാണ് പോലീസ് കേസും കഴുത്തിലെ പുലിപ്പല്ലും വേടനെ കഞ്ചാവിൽ കൊടുക്കുക, പിന്നീട് വേടൻ്റെ അമ്മ ശ്രീലങ്കൻ വംശജയാണെന്ന് പറഞ്ഞ് അവഹേളിക്കുക, വേടൻ ജിഹാദിയാണെന്ന് LTT കൂട്ടത്തിൽപ്പെട്ട ആളാണെന്ന് പറഞ്ഞിട്ട് അവഹേളിക്കുക. അങ്ങനെയൊക്കെ വരുമ്പോൾ വേടൻ്റെ ഈ ആവിഷ്കാരം അല്ലെങ്കിൽ വേടൻ്റെ ഈ ആശയമൊക്കെ വേടൻ്റെ ഉള്ളിൽ നിന്നങ്ങ് പോകും. പിന്നെ വേടൻ ഒന്നിനും കൊള്ളാത്തവനായി പോകുമെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവിടെയും മുഞ്ചി. വേടൻ അതിനുശേഷം ഈ പ്രശ്നങ്ങൾക്കെല്ലാം ശേഷം എഴുതിയൊരു പാട്ടാണ് നരിവേട്ടയിലെ വേടാ വാടാ എന്നുള്ള പാട്ട്. അതിൽ വേടൻ പാടുന്ന ഓരോ വരികളും ഞാൻ ആ പാട്ടൊന്ന് പ്ലേ ചെയ്യാം. അതിൽ വേടൻ ഓരോ വരികളും വേടൻ എത്ര വ്യക്തവും സ്ഫുടവുമായിട്ട് തന്നെയാണ് എഴുതുന്നത്. അവർ വിചാരിച്ചത് ഇങ്ങനെയുള്ളൊരു വേടനെ തളർത്തിയാൽ ഇനി ഇവൻ ഉണ്ടാവില്ല, അല്ലെങ്കിൽ ഇനി ഇവൻ പാടില്ല എന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഈ ഇത്രയും വലിയ പ്രതിസന്ധികൾക്കിടയിലും വേടൻ എഴുതിയ പാട്ട് അല്ലെങ്കിൽ എഴുതിയ വരി എന്ന് പറയുമ്പോൾ അത് ഒരു രക്ഷയില്ലാത്ത വരികൾ തന്നെയായിരുന്നു. കേരളത്തിൽ